ശങ്കരനും നാരായണനും ഒന്നായ കഥ. ശങ്കരനും നാരായണനും ഒന്നായി മാറിയ കഥയാണിന്ന് പറയുന്നത്. വളരെ പണ്ട് ശിവഭക്തരും വിഷ്ണുഭക്തരും തമ്മിൽ തങ്ങളുടെ ദൈവമാണ് വലുത് എന്ന പേരിൽ തർക്കമുണ്ടായി. ലോകത്ത് മുഴുവൻ ഈ തർക്കം കൊണ്ട് അശാന്തി പടരുന്ന സമയം. അപ്പോഴാണ് ഗുഹാസുരൻ എന്ന അസുരൻ കഠിനമായ തപസ് ചെയ്ത് ഒരു വരം നേടിയെടുത്തത്. ശിവനോ നാരായണനോ തനിയെ വന്നാൽ തന്നെ വധിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ആ വരം. വരം കിട്ടിയ അഹങ്കാരത്തിൽ അസുരൻ ലോകം മുഴുവൻ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ഈ അശാന്തി പടരുന്നത് കണ്ട ഹരിയും ഹരനും ഒരു അത്ഭുത ലീലയാടാൻ തീരുമാനിച്ചു. അവർ ഒരേ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചു. ശിവൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം വിഷ്ണുവിന് നൽകി. അങ്ങനെ വലതുഭാഗം ശിവൻ്റെ ജടയും ചന്ദ്രക്കലയും പുലുത്തോലും, ഇടതുവശം വിഷ്ണുവിൻ്റെ കിരീടവും ശംഖം ചക്രവും. അങ്ങനെ ശിവനും വിഷ്ണുവും ചേർന്ന് ഒരു അത്ഭുത രൂപമായി ശങ്കരനാരായണ സ്വാമി. സ്വാമി ഗുഹാസുരനെ വധിച്ചു. ഭക്തർക്ക് ശങ്കരനാരായണ സ്വാമി ദർശനം കൊടുത്തു. ഹരിയും ഹരനും രണ്ടല്ല, ഒരു പരബ്രഹ്മത്തിൻ്റെ രണ്ട് രൂപങ്ങളാണ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു. നമ്മൾ ഏതു രൂപത്തിൽ ആരാധിച്ചാലും ഈശ്വരൻ ഒന്ന് എന്ന വലിയ സന്ദേശം ലോകത്തിന് ലഭിച്ചു. ശിവായ വിഷ്ണുരൂപായ വിഷ്ണവേ ശിവരൂപിണേ നമഃ. ഭക്തിയുടെ വഴി ഭിന്നതയല്ല, ഐക്യമാണ്. നന്ദി, നമസ്കാരം.